കലാഭവൻ മണിയുടെ മരണം തൽക്കാലം ഏറ്റെടുക്കാനാകില്ലെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. മരണകാരണം കരൾ രോഗമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. മെഡിക്കൽ ബോർഡിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കും. വ്യക്തമായ തീരുമാനം ഈ മാസം 29-ന് മുമ്പ് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, നിർണായകമായ കാര്യം, മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ നിരന്തരമായി സമരമാർഗങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം CBI കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CBI കൈയൊഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. കാരണം CBI ഇന്ന് കേസ് വന്നപ്പോൾ CBIയുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് തൽക്കാലം ഏറ്റെടുത്തിട്ടില്ല, തൽക്കാലം ഏറ്റെടുക്കാനാവുമില്ല. കാരണം മരണകാരണം കരൾ രോഗം എന്നാണ് CBIക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് വീണ്ടും ഒരു മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ മെഡിക്കൽ ബോർഡിന്റെ അഭിപ്രായം കൂടി ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാവൂ എന്നാണ് CBI കോടതി അറിയിച്ചത്. നമുക്കറിയാം, CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിച്ചപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചത് CBIക്ക് ഈ കേസ് വിട്ടുകഴിഞ്ഞു. പക്ഷേ CBI ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേസെടുത്തപ്പോൾ നിങ്ങളുടെ നിലപാട് അറിയിക്കൂ എന്ന് ഹൈക്കോടതി CBIയോട് പറഞ്ഞത്. അപ്പോഴാണ് CBIയുടെ അഭിഭാഷകൻ തൽക്കാലം ഏറ്റെടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നറിയിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞത് ഒരു വ്യക്തമായ നിലപാട് ഒരാഴ്ചക്കകം, ഈ മാസം 29-നകം ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുക എന്ന് പറഞ്ഞാണ് ഇന്ന് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ബന്ധുക്കൾ, അനുജൻ അടക്കം സത്യാഗ്രഹം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ CBIയുടെ ഇപ്പോഴത്തെ വാദം എന്തൊക്കെ സാധ്യതകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് തെളിയുന്നത് ഈ അഭിപ്രായത്തിൽ നിന്ന്? സാലി, അജിംഷാദ്, CBI ഇപ്പോൾ പറയുന്നത് CBIക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ശരീരത്തിൽ ഈഥൈൽ ആൽക്കഹോളിന്റെയും മീഥൈൽ ആൽക്കഹോളിന്റെയും അംശമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കീടനാശിനിയുടെ അംശമില്ല എന്നാണ് ലാബ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, കരൾ രോഗം മരണത്തിന് കാരണമായി എന്ന റിപ്പോർട്ടിലുണ്ട്. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കേസ് ഏറ്റെടുക്കാത്തത് എന്നൊരു വിശദീകരണമായി CBI നൽകുന്നത്. പക്ഷേ CBI പൂർണ്ണമായി ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. തൽക്കാലം ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞ CBI ഈ റിപ്പോർട്ട് ഒരു മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്കായി സമർപ്പിച്ചിരിക്കാൻ, അതിനുശേഷം മാത്രം ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദുരൂഹതകൾ നീങ്ങണം എന്നത് മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഘട്ടത്തിലാണ് ബന്ധുക്കൾ ഇത്തരത്തിൽ ആവശ്യവുമായി രംഗത്തെത്തുന്നതും. ഇവിടെ CBIയിലേക്ക് മുഴുവൻ പോയിന്റുകളും നീങ്ങി. സംസ്ഥാന സർക്കാരും പറഞ്ഞു CBIക്ക് നൽകാൻ, അല്ലെങ്കിൽ CBI ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുത്തോട്ടെ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും പച്ചക്കൊടി കാണിച്ചു. ഈ ഘട്ടത്തിലാണ് CBI ഇത്തരത്തിലൊരു അഭിപ്രായം കോടതിയിൽ രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഈ അഭിപ്രായത്തിന് കേവലമായ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതി ഘട്ടം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാനങ്ങളുണ്ടോ CBI ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ച അഭിപ്രായത്തിന്? സാലി, അജിംഷാദ്, ഒരു പ്രതിസന്ധി, ഈ കേസ് CBI അന്വേഷണം ഏറ്റെടുക്കാൻ CBIക്ക് കൈമാറണം എന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ വൈകാതെ തന്നെ ഒരു തീരുമാനമെടുക്കുകയും CBIക്ക് കേസ് വിട്ടുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. പക്ഷേ CBI കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ വിജ്ഞാപനം CBIക്ക് കൈമാറുകയും ഇതിന്മേൽ നിയമ നടപടികൾക്ക് എല്ലാ സാധ്യതകളും, CBIക്ക് അന്വേഷണത്തിലുള്ള എല്ലാ സാധ്യതകളും സംസ്ഥാന സർക്കാർ തുറന്നിടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഒരു തീരുമാനവും CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് മണിയുടെ സഹോദരൻ തന്നെ ഈ കേസിൽ CBI അന്വേഷണം നടക്കാത്തത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുമ്പുണ്ടായിരുന്ന ഹർജിയിൽ ഈ വാദം കൂടി ഉന്നയിച്ചത്. അപ്പോഴാണ് CBI ഇത്തരമൊരു നിലപാടെടുത്തത്. CBI പറയുന്നത് തൽക്കാലത്തേക്ക് തങ്ങൾ ഏറ്റെടുക്കാനാവില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും CBIക്ക് കഴിഞ്ഞ 3-4 മാസം മുമ്പ് കിട്ടിയ വിജ്ഞാപനം വെച്ച് ഇതിനകം തന്നെ പ്രാഥമികമായ ഒരു അന്വേഷണമെങ്കിലും നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും ഇതൊരു രോഗം മൂലമുള്ള മരണം എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് CBI എത്തി നിൽക്കുന്നത്. അത് യാതൊരു അന്വേഷണം നടത്താതെ ഒരു നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് CBIയുടെ പ്രതിസന്ധി. മെഡിക്കൽ റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് അത്തരമൊരു നിഗമനത്തിൽ CBI എത്തിയത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. പക്ഷേ CBI പൂർണ്ണമായും ഈ അന്വേഷണം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷെ CBI അന്വേഷിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ബന്ധുക്കളും ചാലക്കുടിയിലെ നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഏതായാലും 29-ന് CBI ഒരു അന്തിമ നിലപാട് അറിയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മണിയുടെ ബന്ധുക്കൾ ഉള്ളത്. തീർച്ചയായും
കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ഏറ്റെടുക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ എന്നാൽ കൂടുതൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് വിശദമായ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളുടെയും അഭിപ്രായത്തിൽ മാത്രമേ ഇനി തുടർന്നു വരുന്ന നിലപാടുകൾ സ്വീകരിക്കാനാകൂ എന്നും CBI ഹൈക്കോടതിയെ അറിയിച്ചു. എന്തായാലും തൽക്കാലം കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ CBI തയ്യാറല്ല എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സാലി മുഹമ്മദ് നൽകിയത്.